വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കം അവസാനിച്ചത് ഒരു യുവാവിന്റെ മരണത്തിലായിരുന്നു. അധികാരത്തിന്റെ ഉന്മാദാവസ്ഥയിലിരുന്ന CISF ഉദ്യോഗസ്ഥർ നടത്തിയ അതിക്രൂര കൊലപാതകം നാടിനെ ഞെട്ടിക്കുന്നതായിരുന്നു. തങ്ങളെ ചോദ്യം ചെയ്തു എന്ന ഒരൊറ്റ കുറ്റത്തിനാണ് സാധാരണക്കാരനായ ഒരു യുവാവിനെ CISF ഉദ്യോഗസ്ഥർ നെടുമ്പാശ്ശേരിയിൽ കാറിടിപ്പിച്ചു കൊന്നത്. മനുഷ്യ മനസാക്ഷിയെ വിറങ്ങലിപ്പിക്കുന്ന അതിക്രൂരമായ കൊലപാതകമായിരുന്നു ഹോട്ടൽ ജീവനക്കാരനായ ഐവിൻ ജിജോയുടേത്. ദയയുടെയും കാരുണ്യത്തിന്റെയും യാതൊരു തരിമ്പുമില്ലാത്ത മനുഷ്യർ മൃഗങ്ങളായ രാത്രിയായിരുന്നു അത്. ഐവിനെ ഇടിച്ച് കാറിന്റെ ബോണറ്റിലിട്ട് അവർ സഞ്ചരിച്ചത് 1 കിലോമീറ്ററോളം ദൂരമാണ്. ജീവന് വേണ്ടി കേഴുന്നൊരു മനുഷ്യന്റെ സ്വരം കേൾക്കാൻ അവർക്ക് ഒരവസരത്തിൽ പോലും കഴിഞ്ഞില്ല. അത്രയും ദൂരം പരിക്കേറ്റ ഐവിനുമായി സഞ്ചരിച്ചിട്ടും അവനെ വെറുതെ വിടാൻ അവർക്ക് മനസ്സു വന്നില്ല. കാർ സഡൻ ബ്രേക്ക് ചെയ്ത് നിലത്തു തള്ളിയിട്ട ശേഷം കാറ് കൊണ്ട് ഇടിപ്പിച്ച് കൊലപ്പെടുത്തി. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് കാർ നിർത്തിച്ചെങ്കിലും ഐവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അവരുടെ അധികാരഭ്രാന്തിൽ പൊലിഞ്ഞത് ഒത്തിരി സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു സാധാരണക്കാരനായ യുവാവിന്റെ ജീവൻ. 2025 മെയ് 14 രാത്രിയിലായിരുന്നു നാടിനെ നടുക്കിയ ആ അതിക്രൂര കൊലപാതകം നടന്നത്. ഹോട്ടൽ ജീവനക്കാരനായ ഐവിൻ ജിജോയുടെ വാഹനവുമായി CISF ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ ഒന്നുരസി. തുടർന്ന് റോഡിൽ വെച്ച് നടന്ന വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. CISF ഉദ്യോഗസ്ഥരുമായുണ്ടായ തർക്കത്തിന് ശേഷം തിരികെ പോവുകയായിരുന്ന ഐവിന്റെ നേർക്ക് അതിവേഗത്തിൽ തങ്ങളുടെ കാറുമായെത്തിയ CISF ഉദ്യോഗസ്ഥർ ആ യുവാവിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ഇടിച്ചു. ഇടിയേറ്റ് കാറിന്റെ ബോണറ്റിലേക്ക് തെറിച്ചു വീണ ഐവിനെ കണ്ടിട്ടും അവരുടെ കോപം അവസാനിച്ചില്ല. ജീവിത സ്വപ്നങ്ങളുമായി ജോലി സ്ഥലത്തേക്ക് പുറപ്പെട്ട ആ യുവാവിനെ ബോണറ്റിലിട്ട് അതിവേഗം അവർ മുന്നോട്ട് കുതിച്ചു. ഉദ്യോഗസ്ഥരായ തങ്ങളെ ചോദ്യം ചെയ്തുവെന്ന ഒരൊറ്റ കാരണത്താൽ പരിക്കേറ്റ യുവാവിനെ വീണ്ടും അവർ തങ്ങളുടെ വാഹനം കൊണ്ട് ഇടിച്ചു തെറിപ്പിച്ചു. മനുഷ്യർക്ക് ഇങ്ങനെയും ക്രൂരരാകാമോ എന്ന് ചിന്തിച്ചു പോയ നിമിഷം. ആ ഒരു സമയത്തെ കോപമില്ലാതാക്കിയത് ഒരു കുടുംബത്തിന്റെ ആകെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു.